മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തിന് നന്ദി പറയുന്നതിന്, ദൈവത്തെ സ്തുതിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. ഈ പ്രഭാതവും ഇതിൻ്റെ മനോഹാരിതയും ദൈവത്തിങ്കലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ ചെടിക്കും ഓരോ ജീവജാലത്തിനും ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് അനുസ്മരിപ്പിക്കുവാനായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തെ ഓർത്ത്, നമ്മോട് കാണിക്കുന്ന വലിയ കരുതലിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ യേശുവിനെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ, യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും വ്യാപൃതയായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്ന് നമ്മെ നയിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്ത ദമ്പതികളെ ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അവരുടെ ദുഃഖവും വേദനയും സങ്കടവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം ആ ദമ്പതിമാർക്ക് നൽകി അവരെ സന്തോഷഭരിതരാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അവരെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനും നമ്മുടെ ബോധ്യങ്ങളിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതിനും സഹായകരമാണ്. ഈ ദിവസം നമുക്കാവശ്യമായ വചനം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മെ ഒരുക്കാം. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് ദൈവവചനം മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് 18-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും.
എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയ കേന്ദ്രവും. ജേർണലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സ്പോർട്സ്മാൻ എന്നീ നിലകളിലെല്ലാം പ്രശോഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഏണസ്റ്റ് മില്ലർ ഹെമിംഗ്വേ. 1954 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹത്തിൻ്റെ ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 7 നോവലുകളും 6 ചെറുകഥാ സമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അമേരിക്കയിലെ ഇല്ലിനോയി എന്ന സംസ്ഥാനത്താണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ 12ാം ക്ലാസ് പഠനത്തിന് ശേഷം അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. 1-ാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ഇറ്റലിയിലെ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. അവിടെ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേൽക്കുകയും അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം എ ഫെയർവെൽ ടു ആംസ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു ഗ്രന്ഥം എഴുതുന്നത്. അദ്ദേഹം അധികം താമസിയാതെ ടൊറൻറ്റോ സ്റ്റാർ വീക്ക്ലിയുടെ പത്രാധിപരായി പാരീസിൽ സേവനം അനുഷ്ഠിച്ചു. 1936-39 സ്പാനിഷ് യുദ്ധകാലത്ത് നോർത്ത് അമേരിക്കൻ ന്യൂസ് പേപ്പർ അലയൻസിന് വേണ്ടി സ്പെയിനിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. 2-ാം ലോക മഹായുദ്ധകാലത്തും അദ്ദേഹം പത്രപ്രവർത്തകനായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സഖ്യകക്ഷികൾ നോർമണ്ടിയിൽ ലാൻഡ് ചെയ്തപ്പോഴും പാരീസിനെ നാസികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചപ്പോഴും ഹെമിംഗ്വേ അവിടെയൊക്കെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുണ്ടായി. അദ്ദേഹം നായാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ പത്രപ്രവർത്തന തിരക്കുകളുടെ ഇടയിലും അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നായാട്ടിന് പോകുമായിരുന്നു. ഒരിക്കൽ കിഴക്കൻ ആഫ്രിക്കയിലെ നായാട്ടിന് പോയപ്പോൾ തലേ ദിവസവും പിറ്റേ ദിവസവും അദ്ദേഹത്തിന് 2 അപകടങ്ങളുണ്ടായി. തലേ ദിവസത്തെ അപകടം അത്ര വലുതായിരുന്നില്ല. എന്നാൽ 2ാമത്തെ ദിവസമുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന് സാരമായ പരിക്ക് ഏൽക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെയധികം പിടിച്ച് ഉലയ്ക്കുകയും ഉണ്ടായി. തൻ്റെ ശിഷ്ടകാലം മുഴുവനും ഈ പരിക്കിൻ്റെ പിടിയിലൂടെയാണ് അദ്ദേഹം ജീവിക്കുന്നതിനായിട്ട് ഇടയായത്. പത്രപ്രവർത്തകനും നോവലിസ്റ്റും എന്ന നിലയിൽ, എഴുത്തുകാരനും എന്നൊക്കെ നിലയിൽ അദ്ദേഹം വലിയ വിജയമായിരുന്നു. അദ്ദേഹത്തിന് പാരീസിലും അമേരിക്കയിലും വെനീസിലുമൊക്കെ കൊട്ടാര സദൃശമായ വീടുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം 4 പ്രാവശ്യം കല്യാണം കഴിച്ചിരുന്നു. 4ാമത്തെ ഭാര്യ മേരിയുമായിട്ട് നല്ല അടുത്ത ഒരു ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചത് സ്വയം വെടിവെച്ച് മരിച്ചത് വഴിയായിട്ടാണ്. എന്താണ്, സാമ്പത്തികമായിട്ടും മറ്റ് ലെവലിലുമൊക്കെ വളരെ ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്ന ഈ ഹെമിംഗ്വേയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രൊട്ടസ്റ്റൻ്റ് മതവിശ്വാസിയായിരുന്ന അദ്ദേഹം പാരീസിൽ ജീവിച്ചിരുന്ന കാലത്താണ് കത്തോലിക്ക സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയും ചെയ്തത്. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ ഒരു കത്തോലിക്കനാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയും ഉണ്ടായി. എങ്കിലും അദ്ദേഹത്തിന് വലിയ ഒരു പിഴവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റി. കത്തോലിക്ക വിശ്വാസത്തെയും പഠനങ്ങളെയും കുറിച്ചേറെ ആദരവുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ശക്തമായ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടു പോകുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ പലരുടെയും ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് കത്തോലിക്ക വിശ്വാസത്തെയും പഠനത്തെയും ഒക്കെ കുറിച്ച് വലിയ ധാരണകളും ബോധ്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ
അവയെ പ്രതിഫലിപ്പിച്ചു കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഹെമിംഗ്വേയുടെ ജീവചരിത്രം ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ വിധിക്കാനോ അല്ല. അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ധാരണയും ഇല്ല. ദൈവത്തിന് മാത്രമേ എന്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമെന്ന് പറയാനായിട്ട് സാധിക്കുകയും ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പുറമേ കാണുന്നതനുസരിച്ച് നമുക്ക് ഒരു പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം. അതായത് ദൈവമാണ് നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും അഭയം എന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം. ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭയശില എന്ന ആ വലിയ ബോധ്യത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദുരന്തപൂർണമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെന്ന് വരാം. ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യവും ആ ബോധ്യത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുമായിട്ട് നമുക്ക് സാധിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് നമ്മെ നയിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് സഹായമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കാവൽമാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ഇനിയും ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ചാനലും ഈ ധ്യാന കേന്ദ്രവും ദൈവകൃപ ഒഴുകുന്ന ഒരു ചാനലായിട്ട് വഴിയായിട്ട് തീരണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ കൂടാരങ്ങളിൽ നിന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളോട് ചേർന്ന് ഈ ധ്യാന കേന്ദ്രത്തെയും ഈ ചാനലിനെയും സമർപ്പിച്ച് സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം.
എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഒരു നല്ല ദിവസവും നല്ല പ്രഭാതവും നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ഈ ദിവസം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.